പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ദിനം മുഴുവനും ഏറ്റവും എളിമയോടെ ജീവിക്കാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളൊന്നും ആയിരുന്നില്ല, ഒന്നുമല്ല, ഒന്നുമാകത്തുമില്ല. ദൈവത്തിൻ്റെ മുന്നിൽ എനിക്ക് എത്ര വിലയുണ്ടോ ആ ഒരു വില എല്ലാത്തിൻ്റെ മുന്നിൽ എനിക്കുള്ളൂ, നമുക്കുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുന്നിലും മനുഷ്യൻ്റെ മുന്നിലും താഴ്മയോടെ എളിമയോടെ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ ഒരുപാട് പേര് നമ്മൾ കാണും അഹങ്കാരത്തോടെയൊക്കെ പെരുമാറുന്നവരുണ്ട്. പലപ്പോഴും ഞാൻ പറയും, മദ്യപാനം അവസാനിപ്പിക്കണേ, അവിശുദ്ധ ബന്ധങ്ങൾ അവസാനിപ്പിക്കണേ, ജഡികാസക്തികൾ അവസാനിപ്പിക്കണേ എന്ന് സ്നേഹത്തോടെ പറയുമ്പോൾ അത് നിരാകരിക്കുന്ന വ്യക്തികൾ, അതായത് പാപത്തിൻ്റെ അടിമത്തത്തിൽ പെട്ടുപോയ ആത്മാക്കൾ അനവധിയാണ്. പാപം വന്നു കഴിഞ്ഞ് എന്ത് സംഭവിക്കും? അഹങ്കാരം തലയിലേക്ക് കയറും. ഹെരോദേസ് രാജാവിന് അതല്ലേ, അവൻ അഹങ്കാരമായിരുന്നു തലയിൽ. സ്വന്തം സഹോദരൻ്റെ ഭാര്യ, ഫിലിപ്പിൻ്റെ ഭാര്യ ഹെരോദിയെ വരിച്ചുകൊണ്ടിരുന്നവനാ. ആ ജഡികമായ ആസക്തിയിൽ, 6-ാം പ്രമാണ ലംഘനത്തിൽ കഴിഞ്ഞിരുന്നവന് അവൻ്റെ തലയിൽ അഹങ്കാരമായിരുന്നു. ഈശോ ജനിച്ചു കഴിയുമ്പോൾ 2 വയസ്സിന് താഴെയുള്ളവരെയൊക്കെ, കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നുകളഞ്ഞ അഹങ്കാരിയായ മനുഷ്യൻ. അഹങ്കാരം നമ്മളെ ഭരിക്കരുത്. അങ്ങനെയെങ്കിൽ നമ്മുടെ അവസാനം വളരെയധികം നാശകരമായിരിക്കും. എളിമയോട് ജീവിക്കാന്നേ. നമ്മൾ ആരാ? വെറും ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്ന പൂഴി മാത്രമാണ് നമ്മൾ. ഒന്നും നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകുന്നില്ല. വചനമുണ്ടല്ലോ, സങ്കീർത്തനം 39:5-7 വരെയുള്ള വാക്യങ്ങൾ. മനുഷ്യൻ ഒരു നിശ്വാസം മാത്രമാണ്, മനുഷ്യൻ നിഴൽ മാത്രമാണ്, അവൻ്റെ ബദ്ധപ്പാട് വെറുതെയാണ്. മനുഷ്യൻ സമ്പാദിച്ചു കൂട്ടുന്നു, ആരനുഭവിക്കുമെന്ന് അവൻ അറിയുന്നില്ല. കർത്താവെ, ഞാൻ എന്താണ് കാത്തിരിക്കേണ്ടത്? എൻ്റെ പ്രത്യാശ അങ്ങിലാണല്ലോ. നോക്കിയേ, നമ്മൾ വെറും നിഴല് മാത്രമാണ്, ശ്വാസം മാത്രമാണ്. എളിമയോടുകൂടെ വീട്ടിലുള്ളവരോടും സമൂഹത്തിലുള്ളവരോടും ജോലിസ്ഥലത്തുള്ളവരോടൊക്കെ എളിമയോടെയും ശാന്തതയോടെയും ശത്രുതോ മനോഭാവവും ഇല്ലാതെയും പെരുമാറാനും സ്നേഹിക്കാനും നിന്നെ വേദനിപ്പിച്ചവരോട് പോലും പൊറുക്കാനും ഒക്കെയുള്ള കൃപ നിങ്ങൾക്ക് ലഭിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഈശോ അതിനുള്ള കൃപ പ്രദാനം ചെയ്യട്ടെ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ അങ്ങാണ് എൻ്റെ പ്രത്യാശ. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.